ഈ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ അടിയാണല്ലോ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ അവരെങ്ങാണ് അധികാരത്തിൽ വന്നാൽ എന്താകും അവസ്ഥ? അത് പറയാതിരിക്കുന്നതാകും ഭേദം. ഈ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയൊരു അവസ്ഥ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു അവസ്ഥയാണ് UDF-ന് ഭരണം ലഭിച്ചാൽ ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ കെ സുധാകരൻ ഒറ്റയടിക്ക് നിലപാട് മാറ്റി AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിന് വേണ്ടി രംഗത്ത് വന്നത് ഈ കോൺഗ്രസിലെ അധികാര വടംവലിയുടെ ഭാഗമായി തന്നെയാണ്. ഈ കണ്ണൂർ MP ആയിട്ടുള്ള കെ സുധാകരനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയതിനാൽ അധികാരം ലഭിച്ചാൽ ആലപ്പുഴ MP ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുകയില്ല. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുന്ന മോഡലില് കെ സുധാകരനെ കൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിന്റെ പേരിപ്പോൾ പറയിപ്പിച്ചിരിക്കുന്നത്. ഈ നീക്കത്തിന് പക്ഷേ കോൺഗ്രസിലെ മറ്റൊരു ഗ്രൂപ്പിന്റെയും പിന്തുണ ലഭിക്കാൻ ഒരു സാധ്യതയില്ല. മാത്രമല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കെ.സി. വേണുഗോപാലിന് വിജയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കെ.സിക്ക് വേണ്ടി ഏത് കോൺഗ്രസ് MLA രാജിവെച്ച് മാറിക്കൊടുത്താലും ആ ഒരു മണ്ഡലത്തിൽ വിജയിക്കുമെന്ന ഒരു ഉറപ്പും ആർക്കും എന്തായാലും നൽകാനാവില്ല. മന്ത്രിയായി മത്സരിച്ച കെ മുരളീധരൻ തോറ്റതുപോലുള്ള സാഹചര്യമാണ് അപ്പോൾ സംഭവിക്കുക. ഈ ഇടതുപക്ഷവും BJP-യും മാത്രമല്ല, കോൺഗ്രസിലെ സകല ഗ്രൂപ്പുകളും ഉപതെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാലിനെ തോൽപ്പിക്കാൻ അത്തരമൊരു ഘട്ടത്തിൽ എന്തായാലും രംഗത്തിറങ്ങും. അതിലിപ്പോൾ സതീശൻ ഫാൻസുകാരും ചെന്നിത്തല അനുകൂലികളും മാത്രമല്ല, A ഗ്രൂപ്പും ഉൾപ്പെടെ കാണും. ഈ UDF-നാണ് പറഞ്ഞെങ്കിൽ രമേശ് ചെന്നിത്തലയെയും സതീശനെയും വെട്ടിനിർത്തി കെ.സി. വേണുഗോപാലിനെ കൊണ്ടുവരാനുള്ള നീക്കത്തെ പൊതുസമൂഹവും എന്തായാലും അംഗീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പിനെ ഒരു അധികാരമോഹിക്കായുള്ള തെരഞ്ഞെടുപ്പായും എളുപ്പത്തിൽ ചിത്രീകരിക്കപ്പെടും. ഇത് കെ.സി. വേണുഗോപാലിന്റെ ഉള്ളൊരു ഇമേജും പോകാനാണ് എന്തായാലും ഇടവരുത്തുക. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിന്നെ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരുന്നതും അദ്ദേഹം തന്നെയായിരിക്കും. അക്കാര്യത്തിൽ എന്തായാലും ഒരു സംശയവും വേണ്ട. അതായത് ഇത് മറികടക്കാനായിട്ട് മറ്റൊരു മാർഗവും കെ.സി. വേണുഗോപാലിന് മുന്നിൽ ഉണ്ടാകില്ലെന്നാണോ അഭിരാമി പറഞ്ഞു വരുന്നത്? അങ്ങനെ എന്തായാലും തീർത്ത് പറയുന്നില്ല. ഈ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു ഉറച്ച സീറ്റ് അവർ കെ.സി. വേണുഗോപാലിനായിട്ട് ഒഴിഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചേക്കും. അപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ AK ആന്റണിക്ക് വേണ്ടി മുൻപ് ലീഗ് കാണിച്ച ആ ഒരു ത്യാഗം കെ.സിക്ക് വേണ്ടിയിട്ട് ലീഗ് കാണിക്കുമോ എന്നത് എന്തായാലും സംശയമാണ്. അത്തരം ഏതൊരു നീക്കവും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗിനും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു പ്രതിസന്ധി എല്ലാം അതിജീവിച്ച് കെ.സി. ഇനി മുഖ്യമന്ത്രി ആയാൽ പോലും വലിയൊരു വെല്ലുവിളിയാണ് കോൺഗ്രസിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാവുക. ഈ കെ.സി. മുഖ്യമന്ത്രിയാകുന്ന മന്ത്രിസഭയിലേക്ക് വരാൻ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും തയ്യാറാകാനുള്ള ഒരു സാധ്യതയും ഞാൻ എന്തായാലും കാണുന്നില്ല.